ഹായ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വേറൊന്നുമല്ല. നമ്മളിവിടെ ഓസ്ട്രേലിയയിലാണ് താമസിക്കുന്നത്. അപ്പോൾ കറിവേപ്പ് നമുക്ക് കിട്ടിയാലും നമ്മൾ എങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ രണ്ട് രീതിയിലാണ് ചെയ്യുന്നത്. ആദ്യം ഞാൻ ഇത് വാഷ് ചെയ്തിട്ട് ഒരു കണ്ടെയ്നറിൽ, അതായത് വെള്ളമൊക്കെ പോയ ശേഷം ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ടിഷ്യൂ വയ്ക്കും. എന്നിട്ട് ആ കണ്ടെയ്നർ ഇങ്ങനെ അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും. അപ്പം ടിഷ്യൂ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ കുറേ നാളിരിക്കും. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് ഏകദേശം ഒരു മാസമായതാണ്, ഒരു കുഴപ്പമില്ല. അപ്പം ഇതാണ് ഞാൻ ചെയ്യുന്ന ഒരു മാർഗം. രണ്ടാമത്തെ മെത്തേഡ്, ഞാൻ കുറേ കറിവേപ്പ് കിട്ടുമ്പോഴത്തേക്കും അതിങ്ങനെ വാഷ് ചെയ്തിട്ട് വെയിലത്ത് വയ്ക്കും. ഒരു 2-3 ദിവസം വയ്ക്കും. അപ്പോഴേക്കും ഇങ്ങനെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പം ഞാൻ അതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ കേൾപ്പിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ഒരു സൗണ്ട് വരുന്ന ഒരു പരുവമാകുമ്പോഴത്തേക്കും അത് ഞാനിങ്ങനെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് വെളിയിലാണ് വെക്കാറ്. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. കുറേ നാളിരിക്കും. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ എടുത്ത് ഈസി ആയിട്ട് ഇടുകയും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബായ്.